Good afternoon to one and all present here. There is a beautiful saying in the book of Saying of Saint Chavra to the children. Children, you are God's investment to your parents. Let your friends be those who love God. Good friends will make you good. There is nothing on this earth more to be prized than true friendship. A sweet friendship refreshes the soul. CMC Mary Mada YouTube channel helps our children to find a true friend through this mega quiz competition, ദൈവസന്നിധിയിലെ ദേവദൂതന്മാർ. ദൈവസാന്നിധ്യ അവബോധത്തോട് ചേർന്ന് വാത്സല്യത്തോടെ വഴി നടത്തിയ നമ്മുടെ സ്വർഗീയ പിതാവിനെ ഓർത്ത് നമുക്ക് ഈ മണിക്കൂറിലേക്ക് കടക്കാം. That was really a mesmerizing performance. Thank you, Gnanodians. A warm welcome can be like fire in harsh winter weather. Reverend Dr. Sister Jaya Rose CMC, Education Counselor, Mary Mada Corporate Agency, retired professor of Bharat Mada College, who is passionate about her works and she is always keen in providing quality education in our schools. I am happy to invite Reverend Dr. Sister Jaya Rose CMC for the welcome address. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട പ്രോൺഷ്യാളമ്മേ, സിജോച്ച,
ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സ്വന്തം ആദിഷ് ഇന്ന് പ്രഭാതം മുതൽ ഇവിടെ ക്വിസ് മാസ്റ്ററായിട്ട് പ്രവർത്തിച്ച സിജോ പൈനാടത്ത്, മീഡിയ കൗൺസിലർ സിസ്റ്റർ ബ്രിജിറ്റ്, ലോക്കൽ മാനേജർ സിസ്റ്റർ റാണി ഗ്രേസ്, വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള HMs, അധ്യാപകരെ, സിസ്റ്റേഴ്സ്, ഇന്നത്തെ ദിനത്തെ പവിത്രമാക്കിയ എൻ്റെ കൊച്ചുമക്കളെ, മാതാപിതാക്കളെ, സ്നേഹമുള്ളവരെ, ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ മെഗാ ക്യൂസ് 2021 മനുഷ്യ മക്കൾക്ക് ആദ്യ നിമിഷം മുതൽ നല്ല ദൈവം കൂട്ടായി തന്നിരിക്കുന്ന മാലാഖമാരെ പരിചയപ്പെടുത്തുന്നതിനായി ഒരുക്കുന്ന ഒരു പരിപാടി. സെപ്റ്റംബർ 29 മുഖ്യദൂതന്മാരുടെ ഫീസ്റ്റിനോടനുബന്ധിച്ച് ആദ്യ വീഡിയോ മേരിമാത യൂട്യൂബ് ചാനലിലൂടെ പ്രക്ഷേപണം ചെയ്തു. പിന്നീട് വിജ്ഞാനപ്രദവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായ മാലാഖമാരെ കുറിച്ചുള്ള 10 വീഡിയോകൾ, ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ സെക്ഷൻ തിരിച്ചുള്ള ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ട് ഓൺലൈൻ മത്സരങ്ങൾ. ഇപ്പോൾ ഈ 3 വിഭാഗങ്ങളിലും ഫൈനൽ റൗണ്ട് മത്സരവും ഭംഗിയായി തന്നെ നടന്നു. വിജയികളെ കണ്ടെത്തി കഴിഞ്ഞു. ഒത്തിരി അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം പങ്കെടുത്ത ഏകദേശം 2000 കുട്ടികളും അവരുടെ പ്രിയപ്പെട്ടവരും മാലാഖമാരുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിഞ്ഞ് അനുഭവിക്കുന്നു. ജീവിതത്തിലെ ഏത് ആപൽഘട്ടത്തിലും ഈ അനുഭവം ശക്തമായ ഒരു താങ്ങായിരിക്കും. ഒരു കാര്യം, സമ്മാന അർഹർ മാത്രമല്ല, ആത്മാർത്ഥമായി പങ്കെടുത്ത എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്വയം വിശുദ്ധരാകുക, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക. ഈ ലക്ഷ്യത്തോടെ ദൈവപുരുഷനായ ചാവറ പിതാവ് സ്ഥാപിച്ച CMC മേരിമാത പ്രോവിൻസിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട പ്രോൺഷ്യാളമ്മയാണ് ഇന്നത്തെ മെഗാ ക്യൂസിൻ്റെ ഈ അവസാന സെഷന് അധ്യക്ഷം വഹിക്കുക. ദൈവമക്കളെ നന്മയിലേക്ക് നയിക്കുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും അമ്മ നൽകുന്നു. പ്രോവിൻസിൻ്റെ മീഡിയ വിഭാഗവും എഡ്യൂക്കേഷൻ വിഭാഗവും ഒരുമിച്ച് സംഘടിപ്പിച്ച ഈ മെഗാ ക്യൂസ് വിജയത്തിലെത്തിയതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട പ്രോൺഷ്യാളമ്മയുടെ സാന്നിധ്യവും സഹകരണവും പ്രോത്സാഹനവും നമുക്ക് കണ്ടെത്താൻ കഴിയും. അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ പ്രോൺഷ്യൽ ഡോക്ടർ സിസ്റ്റർ പ്രസന്നയെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഏറ്റിരുന്നത് ശ്രീ ടോമി സെബാസ്റ്റ്യൻ IPS ആയിരുന്നു. ഔദ്യോഗികമായ ഒഴിവാക്കാനാവാത്ത ഒരു ഉത്തരവാദിത്തം ഇന്ന് രാവിലെ ഏൽപ്പിക്കപ്പെട്ടതിനാലാണ് സാറിന് വരാൻ സാധിക്കാത്തത്. സാറിനെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമുക്ക് ടോമി സാറിൻ്റെ അഭാവത്തിൽ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്യാൻ ദൈവനിയോഗമായി ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ ആദിഷ് പ്രവീണാണ്. എനിക്ക് തോന്നുന്നു ഈ മാലാഖമാരുടെ പരിപാടി അല്ലെങ്കിൽ വീഡിയോസ് ആരംഭിക്കുന്ന ആദ്യ പ്രമോ, അതിന് ഇനോഗ്രേഷൻ നടത്തിയതും ആദിഷ് തന്നെയാണ്. അതുകൊണ്ട് കൺക്ലൂഷൻ്റെ ഈ ഫംഗ്ഷനും ഇനോഗ്രേഷൻ ആദിഷ് തന്നെ നടത്തണം എന്നതായിരിക്കാം ദൈവനിയോഗം. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആദിഷിന് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ആദിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വിദ്യാലയത്തിൻ്റെ സ്വന്തമാണ്, നമ്മുടെയൊക്കെ സ്വന്തമാണ്. ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് അല്ലേ, അതായത് കുട്ടി ദൈവങ്ങൾ എന്ന സിനിമയിലൂടെ അനേക ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയ ആദിഷാണ്. ആദിഷിന് ഇടയിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം പറയുന്നു. ഫാദർ സിജോ തളിയത്ത് CSSR ഞങ്ങൾക്ക് എന്നും നന്ദിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ഒരു സഹോദരൻ. ഏത് ആവശ്യങ്ങളിലും ആത്മാർത്ഥതയോടെ ഇടപെടുന്ന, സ്വാതന്ത്ര്യത്തോടെ സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം. മീഡിയ ലോകത്തെ സ്നേഹിക്കുന്ന CSSRൻ്റെ റെഡ്സ് മീഡിയയുടെ ശക്തമായ ഒരു നെടുന്തൂണ്. ഞങ്ങളെ ഓരോരുത്തരെയും മേരിമാത പ്രോവിൻസിലെ മീഡിയ വിഭാഗത്തെ മീഡിയയുടെ ലോകത്തിലേക്ക് വളർത്തുന്ന സിജു അച്ഛനെ ഈ സെഷനിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞു
സിജോ പൈനാട്, നമ്മുടെ ക്വിസ് മാസ്റ്റർ. ഇന്ന് രാവിലെ 10 മണി മുതൽ ഈ മെഗാ ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഈ സെഷൻസ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തത് സിജോയാണ്. സിജോയെ പറ്റി ഒന്ന് സിസ്റ്റർ ഈഡിറ്റ് രാവിലത്തെ സെഷനുകളിൽ ഈ വ്യക്തിത്വത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. എങ്കിലും സിജോയെ പറ്റി കുറേയും കൂടിയും പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സിജോ ദീപിക കൊച്ചി ബ്യൂറോയിൽ സീനിയർ റിപ്പോർട്ടറാണ്. 16 വർഷമായി പത്രപ്രവർത്തന രംഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ എവുപ്രാസ്യാമ്മയും ചാവറ പിതാവും വിശുദ്ധരായി പ്രഖ്യാപിച്ച 2014 വത്തിക്കാനിൽ നിന്നും പ്രഖ്യാപന ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സംഘത്തിലും സിജോ ഉണ്ടായിരുന്നു. ഒരു നല്ല മികവുറ്റ വാഗ്മിയാണ്. 2004 സംസ്ഥാന സർക്കാരിൻ്റെ കേരളോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന സംസ്ഥാന പ്രസംഗ മത്സരത്തിൽ സിജോ ജേതാവായിരുന്നു. ഒരു സഭാസ്നേഹി കൂടിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്നു. സീറോ മലബാർ സഭയുടെ മുൻ മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായിരുന്നു. ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബിൻ്റെ ട്രഷററാണ്. കേരള കാത്തലിക് കൗൺസിൽ നിർവാഹക സമിതി അംഗമാണ്. POCയുടെ കമ്മീഷൻ അംഗവുമാണ്. കാഞ്ഞൂർ കിഴക്കുംഭാഗം സ്വദേശിയായ ഇന്നത്തെ ക്വിസ് മാസ്റ്ററായ സിജോവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫൈനൽ റൗണ്ടിൽ LP സെക്ഷൻ, UP സെക്ഷൻ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെക്ഷൻസ് 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ മാലാഖമാരെ സ്വന്തം കൂട്ടുകാരായി അനുഭവിക്കുന്ന കൊച്ചു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒപ്പം അവരെ പ്രോത്സാഹിപ്പിച്ച ഒരുക്കിയ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മയോടൊപ്പം മേരിമാതാ പ്രോവിൻസിലെ അംഗങ്ങളെ ദൈവഹൃദപ്രകാരം നയിക്കുന്നതിന് ആത്മാർത്ഥമായി സഹകരിക്കുന്നവരാണ് കൗൺസിലേഴ്സ് ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് മീഡിയ കൗൺസിലറായ സിസ്റ്റർ ബ്രിജിറ്റ് വളരെ കഠിനമായി യത്നിച്ചിട്ടുണ്ട്. സിസ്റ്ററിനെ ഞാൻ ഈ സമയം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ഈ വിദ്യാലയങ്ങളുടെ ചെങ്ങലുള്ള ജ്ഞാനോദയ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളുടെ ലോക്കൽ മാനേജറായ സിസ്റ്റർ റാണി ഗ്രേസിനെയും. ഈ മെഗാ ക്വിസ് വിജയത്തിലെത്തിക്കാൻ മാസങ്ങളായി അത്യധ്വാനം ചെയ്ത ഇവിടെ ആയിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഇവിടുത്തെ ടീച്ചേഴ്സിനെയും ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, sister, for your warm note of welcome. It's my great privilege and great joy to invite the pillar of Merimada Province, Angamali, a motherly affection who plays a vital role for the betterment of our institutions. With the utmost respect and immense love, I invite Reverend Dr. Sister Prasanna CMC, Mother Provincial, for the presidential address. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മാസ്റ്റർ ആദിഷ് പ്രവീൺ, സിജോ അച്ച, സിസ്റ്റർ ജയ റോസ്, മിസ്റ്റർ സിജോ പൈനാട്, സിസ്റ്റർ ബ്രജിറ്റ്, സിസ്റ്റർ റാണി ഗ്രേസ്, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ടീച്ചേഴ്സ്, മറ്റ് സഹോദരങ്ങളെ, ഇന്ന് ഫെബ്രുവരി 10, 1805 ഫെബ്രുവരി 10 ജനിച്ച് 66 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ചെയ്യാവുന്ന അത്ര നന്മകൾ ഈ ലോകത്തിന് ചെയ്ത് 1871 ജാനുവരി 3 സ്വർഗഗേഹം പോവുകയ വിശുദ്ധ ചാവറ പിതാവിൻ്റെ, ഞങ്ങളുടെ സന്യാസ സഭയുടെ സ്ഥാപകനായ, ഞങ്ങളുടെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തിന് ഞങ്ങളെ ആഹ്വാനം ചെയ്ത നമ്മുടെ ആഗോള കത്തോലിക്ക സഭയിലെ വിശുദ്ധനായിരിക്കുന്ന വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജന്മദിനം. പിതാവിൻ്റെ ഓർമ്മകളോടെ ഇന്ന് ആയിരിക്കുമ്പോൾ പിതാവിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. പിതാവ് വലിയ ദൈവിക മനുഷ്യനായിരുന്നു.
അരൂപിയുടെ കയ്യൊപ്പോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്ന് മലയാള നാട് മാത്രമല്ല, ഭാരതനാട് മാത്രമല്ല, ലോകം മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ പരിഷ്കരണങ്ങളിൽ, മാധ്യമരംഗത്ത്, കുടുംബങ്ങളിൽ, ഇങ്ങനെ നാനാ വിധത്തിൽ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, ഒരു മഹാനാണ് വിശുദ്ധ ചാവറപ്പിതാവ്. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ കുടുംബങ്ങളുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന കുടുംബ ചട്ടങ്ങൾ, നല്ല അപ്പൻ്റെ ചാവരുൾ നമുക്കൊക്കെ പരിചയം ഉള്ളതാണ്. അതിൽ മക്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: മക്കൾ ദൈവം നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള നിക്ഷേപമാണ്. ഈ നിക്ഷേപത്തെ വളരെ സൂക്ഷ്മത്തോടെ കൈകാര്യം ചെയ്യുകയും ജാഗ്രതയോടെ പരിപാലിക്കുകയും ചെയ്യണം. എൻ്റെ ശ്രദ്ധ പ്രിയപ്പെട്ട മാതാപിതാക്കളിലേക്ക് തിരിയുകയാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ തീർച്ചയായും ഫൈനൽ റൗണ്ടിലേക്ക് എത്തി മത്സരത്തിൽ വിജയിച്ചവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരാണ് ഇവിടെ ആയിരിക്കുന്നത്. എല്ലാ മാതാപിതാക്കളെയും, പ്രത്യേകിച്ച് ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരുടെയും മാതാപിതാക്കളെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച, ദൈവികതയിൽ അവരെ വളർത്തണം. പിതാവ് പറയുന്നത് പോലെ ദൈവഭയമുള്ളവരായി മക്കളെ വളർത്താൻ, പ്രാർത്ഥനയിൽ അടിത്തറയിട്ട ഒരു കുടുംബം രൂപപ്പെടുത്താൻ, അതിനുള്ള നിങ്ങളുടെ ശ്രദ്ധയാണ് ഇതിൽ പ്രകടമാകുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്, മാതാപിതാക്കളായിരിക്കണം ഈ ഒരു പ്രോഗ്രാം മക്കളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഓൺലൈനിൽ, യൂട്യൂബിൽ ഒരുപാട് പ്രോഗ്രാംസ് വരുന്ന സമയമാണിത്. അതിൽ എന്തിലേക്കാണ് സാധാരണ ശ്രദ്ധ തിരിയാറുള്ളത് എന്നും അറിയാം. എപ്പോഴും മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതിക്കൊണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയാണ്. മാതാപിതാക്കൾക്ക് പ്രത്യേക അഭിനന്ദനം നൽകാൻ ഞാൻ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ, ദൂത് കൊണ്ടുവരുന്നവരാണ് ദൂതന്മാർ. ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ടുവരുന്നവരാണ് മാലാഖമാർ. ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക വഴി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾ മാത്രമല്ല, കുടുംബം മാത്രമല്ല, ഇത് നടത്തിയവരും ഉൾപ്പെടെ എപ്പോഴും ഒരു റിസർച്ചാണല്ലോ എല്ലാ പ്രവർത്തനങ്ങളും. ഒരുപാട് ദൈവദൂതരെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ ലാസ്റ്റ് വിജയികളായവർ ഇവിടെയുണ്ട്. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ക്യാഷ് അവാർഡിന് അർഹരായവരുണ്ട്, പ്രോത്സാഹന സമ്മാനത്തിന് അർഹരായവരുണ്ട്. ഒപ്പം തന്നെ ഇതിനൊക്കെ ഉപരി നിൽക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ മത്സരം, ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ വലിയ മുതൽക്കൂട്ടായിരിക്കും. സങ്കീർത്തനം 91:11 പറയുന്നുണ്ടല്ലോ, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വഴി എന്ന് പറയുന്നത് നാം സാധാരണ നടക്കാറുള്ള വഴി മാത്രമല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും നമ്മുടെ വഴികളാണ്. ഈ വഴികളിൽ ഓരോ നിമിഷവും ആവശ്യമായിരിക്കുന്ന ശ്രദ്ധ, കരുതൽ നൽകാൻ ദൈവം തൻ്റെ ദൂതരോട് കൽപ്പിക്കും. അത് സന്തോഷത്തിൻ്റെ വാർത്തയായിട്ടായിരിക്കാം, പരിപാലനയുടെ ദൂതായിട്ടായിരിക്കാം, സുഖപ്പെടുത്തലായിട്ടായിരിക്കാം, സംരക്ഷണമായിട്ടായിരിക്കാം, ശത്രുക്കളിൽ നിന്നുള്ള വിടുവിക്കലായിട്ടായിരിക്കാം. ഇങ്ങനെ പല വിധത്തിലും തീർച്ചയായിട്ടും ഈ മത്സരത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾ തീർച്ചയായും ഈ ദൂതന്മാരുടെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കാൻ കൂടുതൽ യോഗ്യതയുള്ളവരാകും, അല്ലെങ്കിൽ ദൈവം അവരെ പ്രത്യേകം അനുഗ്രഹിക്കും എന്ന് ഈ സമയം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് ഈ ഫൈനൽ റൗണ്ടിൽ ഈ വിജയികളായ എല്ലാവരെയും പ്രത്യേകം ഈ സമയം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ എന്ന ഈ ഓൺലൈൻ പരിപാടി ആരംഭിച്ചതു മുതൽ പിന്നെയൊക്കെ ബൈബിൾ വായിക്കുമ്പോൾ എല്ലായിടത്തും ദൂതരെ കണ്ടെത്തുന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. നമുക്ക് പഠിക്കും തോറും കൂടുതൽ കണ്ടെത്താൻ കഴിയുന്ന, ഇനിയും കൂടുതൽ വെളിപ്പെടുത്താൻ ഉണ്ട് എന്ന ഒരു മനസ്സിലാക്കലാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എപ്പോഴും സിജോ സാറ് ഇവിടെ പറഞ്ഞു, ക്വിസ് മാസ്റ്റർ പറഞ്ഞു, ഇത് ഒരു വാതായനം തുറക്കൽ മാത്രമാണ്. ഇനിയുമുണ്ട് സ്റ്റെപ്പുകൾ, ഇനിയുമുണ്ട് ഒരുപാട് പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാ മക്കളെയും, എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ വിജയികളായി ഇവിടെ ഇരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. കൂടുതൽ ഇതിൻ്റെ പഠന മേഖലകളിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് റിസർച്ചിനൊക്കെ വലിയ സാധ്യത ഈ മേഖലയിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ സമയം ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ സംഘാടകരെ കൂടി ഒരു നിമിഷം ഓർമ്മിക്കുകയാണ്. സിസ്റ്റർ ജയ റോസാണ് ഇതിൻ്റെ കോർഡിനേറ്റർ.
ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി ശ്രദ്ധയെടുത്ത് തൻ്റെ എല്ലാ കഴിവുകളും അനുഭവ സമ്പത്തും ചേർത്ത് വച്ച് ഒരുപാട് സംഘാടക ശേഷി അത് ഉപയോഗപ്പെടുത്തി വളരെ തന്മയത്വത്തോടെ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ പരിപാടി നടത്തി. ഞാനിവിടെ ലാസ്റ്റ് സമയമായി ഇവിടെ എത്തിയിരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുക എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുകയായിരുന്നു ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൽ. എല്ലാവരെയും ദൈവികതയിലേക്ക് ഒരു പടി കൂടി ഉയർത്താനായിട്ട്, നിരന്തരം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള ഒരു മാർഗമായിട്ട്, ദൈവദൂതരുടെ ഫ്രണ്ട്ഷിപ്പോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് വലിയൊരു പ്രചോദനമാണ് ഇതിലൂടെ സിസ്റ്റർ ജയ എല്ലാവർക്കും പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ജയയ്ക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് വലിയൊരു സ്നേഹം, വർഷങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ സിസ്റ്റർ ജയയ്ക്ക് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ സഭാസ്ഥാപകനായ ചാവറപ്പിതാവിൻ്റെ വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ കൂടുതൽ ദൈവികതയിലേക്ക് വളർത്താനുള്ള വലിയൊരു പ്രചോദനം സിസ്റ്ററിന്, ഒരു ശേഷി സിസ്റ്ററിനുണ്ട്. അപ്പോൾ സിസ്റ്റർ ജയയെ ഈ സമയം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതൊരു മീഡിയ ഉപയോഗിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. ഞങ്ങളുടെ മീഡിയ കൗൺസിലർ സിസ്റ്റർ ബ്രിജിറ്റും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു, പ്രവർത്തിക്കാൻ ചിന്തിക്കാനൊക്കെ ആയിട്ട്. സിസ്റ്ററിൻ്റെ എല്ലാ സംഘാടകത്വത്തിനും എല്ലാ സഹകരണത്തിനും പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. സിസ്റ്റർ ജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിജോ അച്ഛൻ, രണ്ടും സിജോമാരാണ്, സിജോ അച്ഛൻ ഇതിൻ്റെ ആദ്യ നിമിഷം മുതൽ ഇത് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെയായിരിക്കണം, എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ്റെ സഹകരണവും സഹായവും ഉണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് കൂടെ പ്രവർത്തിക്കുമ്പോൾ അച്ഛൻ്റെ വലിയ അറിവും പരിചയവും വളരെ സന്തോഷത്തോടെ അച്ഛൻ പ്രദാനം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പരിപാടി ഇങ്ങനെ വിജയിപ്പിക്കാൻ, ഇവിടെ ഇന്നും ഇതിൻ്റെ ഷൂട്ടിംഗ് മറ്റ് പരിപാടികളൊക്കെ ഉണ്ട്, എല്ലാം വിജയിപ്പിക്കാൻ സിജോ അച്ഛൻ പലാവർത്തി പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്നിട്ടുണ്ട്. പലപ്പോഴും സിസ്റ്റേഴ്സ് അച്ഛൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യം ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിജോ അച്ഛനോടും വളരെ പ്രത്യേക വിധത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. സിജോ പൈനാടത്ത് സാറ്, ഞാനിവിടെ വന്ന് ഈ ക്യൂസ് ലീഡ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പണ്ട് ബൈബിളിൻ്റെ ക്യൂസ് റൂബിൾ മാസ്റ്റർ അല്ലേ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത് കണ്ട് വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ഇന്ന് ഇത് സിജോ സാർ ചെയ്യുമ്പോഴും വളരെ അഭിമാനം തോന്നി. അപ്പം നമ്മുടെ സ്വന്തം സിജോ സാറ് ഇതിനു വേണ്ടി സഹകരിക്കുന്ന എല്ലാ പരിപാടികളും, പ്രൊവിൻസിൻ്റെ ഏതൊരു കാര്യം പറഞ്ഞാലും എപ്പോഴും വളരെ ഉത്സാഹത്തോടെ ചെയ്തു തരുന്ന ഒരാളാണ് സിജോ സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇത് നന്ദി പ്രകടനമല്ല ഒഫീഷ്യലായിട്ട്, പക്ഷേ എൻ്റെ ഒരു കടപ്പാടായി തോന്നി ഞാൻ സാറിന് നന്ദി പറയുകയാണ്. വളർന്നു വരുന്ന ഒരു മകനാണ് മാസ്റ്റർ ആദിഷ് പ്രവീൺ. ജ്ഞാനോദയയിലെ സ്റ്റുഡൻ്റാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ ഈ നന്ദി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കേണ്ട, വിട്ട് കളയാൻ പാടില്ലാത്തവരിവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് നന്ദിയായിട്ടോ എങ്ങനെയായിട്ടെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം, കൺഗ്രാജുലേഷനായിട്ടോ ഒക്കെ. പ്രൊവിൻഷ്യൽ ഹൗസിൽ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ പല സിസ്റ്റേഴ്സും ഊണും ഉറക്കവും മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ ദിനത്തിലേക്ക് വേണ്ടി മാത്രമല്ല, ഈ പ്രോഗ്രാം ഇപ്രകാരം സംഘടിപ്പിക്കാനായിട്ട്. അവരിവിടെ ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ട് ഇപ്പോൾ ഇരിപ്പുണ്ട്. ഈ സിസ്റ്റേഴ്സിൻ്റെ നിസ്തുലമായ പ്രവർത്തനങ്ങൾ സിസ്റ്റർ ജയോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ പ്രത്യേക ഈ ഒരു പരിപാടി, ഒരു ദൈവികതയിലേക്ക് ഈ മക്കളെ വളർത്താൻ ഇത്രയും ഇന്നത്തെ ഈ കാലത്ത് ഈ ഓൺലൈനിലൂടെ ഇത്രയും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാൻ, ഇതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും ക്രമീകരിക്കാൻ നിങ്ങൾ പ്രാപ്തരായതിനെ ഓർത്ത് അഭിമാനം കൊണ്ടുകൊണ്ട് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നന്നായി ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് ഏറ്റുപറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കൂടുതൽ പ്രോഗ്രാംസ് ഇതുപോലെ ഉണ്ടാകട്ടെ എന്നുള്ള ഒരാശംസ ഇവിടെ ഞാൻ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിലുള്ള വലിയ അഭിമാനം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, sister, for your valuable words. Every auspicious occasion starts with a tradition of lamp lighting. Our invited chief guest, Mr. Tony Sebastian IPS, couldn't reach for our program because in an official meeting. So I would like to invite chief guest Adish Praveen to this function. We know he's an amazing actor. He secured National Award for the Best Child Artist in the year 2017 for the film Kunju Deivam. He's a part of our family.
I jovially invite Adish Praveen to light the lamp and for inaugural address. I also request all the dignitaries to be a part of it. असतो मा सद्गमया तमसो मा ज्योतिर्गमया मृत्योर्मा अमृतंगमया ओम शांति शांति शांति. ഹായ്, ഞാൻ ആദിഷ് പ്രവീൺ. ഈ ജ്ഞാനോദയ കുടുംബത്തിലെ ഒരു അംഗമാണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ജ്ഞാനോദയത്തെ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളായ പ്രസന്ന സിസ്റ്റർ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, പിന്നെ ജയ സിസ്റ്റർ, എഡ്യൂക്കേഷണൽ കൗൺസിലർ, സിജോ ഫാദർ, പിന്നെ നമ്മുടെ ക്യൂസ് മാസ്റ്റർ സിജോ സാറ്, പിന്നെ പ്രിൻസിപ്പൽ സിസ്റ്റർ, സദസ്സിലിരിക്കുന്ന എൻ്റെ സ്നേഹനിധികളായ അധ്യാപകർ, പേരൻസ്, കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സ്കൂളിലേക്ക് എനിക്ക് വരാൻ പറ്റിയതും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതും. ആൻഡ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ ഓൺലൈൻ ക്യൂസ് കോമ്പറ്റീഷൻ്റെ എന്താ പറയുക ഒരു ഫംഗ്ഷനുമായി അനുബന്ധിച്ചാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എന്നെ ഒരു ഭാഗമാക്കിയതിന് ജയ സിസ്റ്ററിനോടും പ്രസന്ന സിസ്റ്ററിനോടും ഫാദറിനോടും പ്രിൻസിപ്പൽ സിസ്റ്ററിനോടും എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. ഈ വീഡിയോയുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രമോ വീഡിയോ ഞാനാണ് ചെയ്തത്. ഷൂട്ട് ചെയ്തത് ഫാദറായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്റ്റുഡിയോയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫാദറിൻ്റെ അന്നത്തെ സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരും ചിരിക്കണ്ടല്ലോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കോവിഡ് കാലത്തിൽ കൂട്ടിലകപ്പെട്ട കിളികളെന്നാണ് പറയാൻ പറ്റുക. അങ്ങനെ ഇരുന്ന ഞങ്ങൾ കുട്ടികൾക്കെല്ലാം ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒരുപാട് എന്താ പറയുക എൻകറേജ് ചെയ്യുകയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക വളരെ ഒരു ഡിവൈൻ ആയിട്ടുള്ള മീനിങ് ആണ് ആ ഒരു പേരിന്. അപ്പോൾ ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ഐഡിയ കൊണ്ടുവന്ന ആൾക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സിസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ സ്കൂളിനെ കുറിച്ചാണ്. ജ്ഞാനോദയ സെൻട്രൽ സ്കൂൾ. ഈ ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിച്ചത് എൻ്റെ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ എല്ലാ വേദിയിലും പറയുന്നൊരു കാര്യമാണ്, ബട്ട് എല്ലാ വേദിയിലും ഞാനത് പറയും, കാരണം അതെൻ്റെ ഒരു അഭിമാനമാണ്. ഞാനിപ്പോൾ ഷൂട്ടിന് പോകുമ്പോൾ എനിക്കെൻ്റെ അക്കാഡമിക്സ് അതിനോടൊപ്പം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പൽ സിസ്റ്ററും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരുമാണ്. അതിന് ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണെങ്കിലും എക്സാംസ് ആണെങ്കിലും, ഇന്ന് നൈറ്റ് എക്സാം ഉണ്ട്, എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നൊരു സമ്മാനമാണ് യോഗ ക്ലാസ്. അത് ഞങ്ങൾ ജ്ഞാനോദയൻസിൻ്റെ സ്പെഷ്യലാണ്. മോർണിംഗിൽ ഒരു 6:30 മുതൽ 7 o'clock വരെയുള്ള ഒരു ½ an hour സെക്ഷൻ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളെല്ലാവരും വൈകിയാണ് എണീക്കുന്നത്, എല്ലാവരും മടി പിടിച്ച് വീട്ടിലിരിക്കുകയാണ്. ഞാനും ഫസ്റ്റൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോൾ കാലത്ത് നേരത്തെ എണീക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു യോഗ ക്ലാസ് വരുന്നത് ജിതിൻ എന്ന് പറയുന്ന സാറിൻ്റെ കീഴിൽ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കറക്റ്റ് 6:30 ആകുമ്പോൾ എണീക്കും, ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ഏകദേശം ഒരു 65 to 70 കുട്ടികൾ എല്ലാ ദിവസവും ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്താ പറയുക പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ സ്കൂളിനെ കുറിച്ച്. ആൻഡ് എല്ലാത്തിനും വീണ്ടും നന്ദി പറയുകയാണ്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ ഒരുപാട് നാളുകൾക്ക് ശേഷം സ്കൂളിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സ്കൂളിൽ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു എനർജി തോന്നുകയാണ്. കാരണം ഇപ്പോൾ ഒരു 1 year ആയി ക്ലാസ് മൊത്തം ഓൺലൈൻ ആയിരുന്നു.
സ്കൂൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ടീച്ചേഴ്സിനെ കണ്ടു, എല്ലാവരെയും കണ്ടു. ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ 6th ക്ലാസ്സിലേക്ക്, ഞാനിപ്പോൾ 7th പഠിക്കുന്നത്, 6th ക്ലാസ്സിലേക്ക് പോയി എല്ലായിടത്തും കണ്ടു. ഭയങ്കര സന്തോഷമായി. പുതിയ ബിൽഡിങ്ങും എല്ലാം കണ്ടു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നത്തെ ഒരു പ്രോഗ്രാമിന് വന്നതുകൊണ്ട് അങ്ങനെ സ്കൂൾ കാണാൻ സാധിച്ചു. അപ്പോൾ അതിനെല്ലാത്തിനും എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഈ കോവിഡ് ടൈമിനകത്ത് എനിക്ക് വേറൊരു പ്ലസ് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മാജിക് പഠിച്ചു. മാജിക് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ മജീഷ്യനൊന്നും അല്ല കേട്ടോ, 1-2 ബേസിക് ട്രിക്സൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് 1-2 ട്രിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മുൻപിൽ ഞാൻ അവതരിപ്പിക്കും. അപ്പോൾ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്തെങ്കിലും വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും ക്ലാപ്സൊക്കെ ഉണ്ടാവണം. പിന്നെ പറയാനുള്ളത് സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു. ഓണത്തിനൊക്കെ ഷൂട്ടും ഇൻ്റർവ്യൂസും എല്ലാം വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഒരു സസ്പെൻസ് പ്രൊജക്റ്റ്, ഒരു വലിയൊരു ബിഗ് പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്. അത് നെക്സ്റ്റ് മന്ത് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ അക്കാഡമിക്സും ഷൂട്ടിങ്ങും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ ഓൺലൈൻ ക്വിസ് കോമ്പറ്റീഷൻ ഇനാഗ്രേറ്റ് ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മൈക്കൊക്കെ വെച്ചപ്പോൾ ഞാൻ പ്രൊഫഷണൽ മജീഷ്യനൊന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ പറയുക, ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന 1-2 ട്രിക്സ്. അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ പാളിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വീഴ്ചയൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്റ്റേജിനകത്ത് ഞാൻ മാജിക് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്നെ മാജിക് പഠിപ്പിച്ച എൻ്റെ സാറിനോട് ഓർത്തുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഒരു പ്ലെയിൻ വൈറ്റ് ബുക്കാണ്. അപ്പോൾ മാജിക്കിലേക്ക് കിടക്കാം. ഇത് ഞങ്ങൾ മജീഷ്യന്മാർക്കിടയിൽ മാജിക് ബുക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ചുമ്മാ പഞ്ചിന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഞാൻ വലിയ മജീഷ്യനൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ബുക്കിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നല്ല പ്ലെയിൻ വൈറ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഒരു എന്താ പ്ലെയിൻ ബുക്കാണ്, എല്ലാവർക്കും കാണാം. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് തന്നാൽ നമ്മൾ എത്ര നല്ല സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്ന ഒരു സംഭവമുണ്ട്, മണി, ക്യാഷ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് 2000 റുപ്പീസിൻ്റെ നോട്ടാണ് ഏറ്റവും കൂടിയ ഒറ്റ നോട്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 2000 റുപ്പീസിൻ്റെ നോട്ട്സാണ് ഞാൻ എൻ്റെ ഈ പ്ലെയിൻ നിങ്ങൾ കണ്ട വൈറ്റ് ബുക്കിൽ വരുത്താൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? കുഞ്ഞി എന്താവും അറിയില്ല, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സാധാ ബുക്കല്ല, നമ്മൾ വെറുതെ പറഞ്ഞാലൊന്നും നോട്ടൊന്നും വരില്ല. എന്തായാലും നമുക്ക് കുറച്ച് മാജിക് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. ആബ്രാകഡാബ്ര, ഓം ക്രീം ഫും. അപ്പോൾ നമുക്കിനി നോക്കാം, മാജിക്ക് ഫലിച്ചോന്ന് നോക്കാം. എന്നെ പോലെ തന്നെ ഭയങ്കര അനുസരണയുള്ള ബുക്കാണ്. ഞാൻ പറഞ്ഞ കേൾക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നോട്ട്സാണ്, എല്ലാവർക്കും കാണാം. ബാക്ക് സൈഡ് കാണിച്ചു തരാം. അല്ല, എല്ലാവർക്കും വിശ്വാസം വന്നല്ലോ. 2000 റുപ്പീസിൻ്റെ നോട്ട്സാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തിരിച്ച് വൈറ്റ് പേപ്പർ ആക്കാം. അല്ലെങ്കിൽ പോണ വഴിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മാജിക് കമാൻഡ് പറയാം. ഓം ക്രീം ആബ്രാകഡാബ്ര ഫും. വീണ്ടും വൈറ്റ് പേപ്പറായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും കൈയടിക്കുക. I invite our respected Mother Provincial, Reverend Dr. Sister Prasanna CMC, to present the memento as a token of our love. I invite Master Adish Praveen, our chief guest, to receive the same. Thank you, sister. Thank you, Adish. Now it is the time for the felicitations. It surely needs a fine start. So let us lend our ears to Reverend Father Sijo CSSR, Redemptorist Media and Communication. Father, please. CMC Mary Mother Provincial, Sister Prasanna, Sister Jaya, ഈ പരിപാടിയെ കളർഫുള്ളാക്കിയ നമ്മുടെ മാസ്റ്റർ ആദിഷ്, നമ്മുടെ ക്വിസ് മാസ്റ്റർ സിജോ പൈനാർത്ത് സർ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കൊച്ചുകൂട്ടുകാരെ,
മാലാഖമാരും ദൈവങ്ങളല്ല, അല്ലേ? ദൈവങ്ങളാകാൻ നോക്കിയവർ പിന്നീട് മാലാഖയും ആയിട്ടില്ല. പക്ഷേ മാലാഖമാർ ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നവരാ, ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവരാ. ഒരു നന്മ ചെയ്യുന്ന ഒരാളെ നോക്കി സന്തോഷമുള്ള, സ്നേഹമുള്ള, നിഷ്കളങ്കരായ വ്യക്തികളെ നോക്കി നമ്മളിങ്ങനെ പറയാറുണ്ട്, യു ആർ ആൻ ഏഞ്ചൽ. നീ ഒരു മാലാഖയാണ്, നീ മാലാഖയെ പോലെ ഇരിക്കുന്നു, നീ ഒരു മാലാഖയാണ്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിലെ ദൈവദൂതന്മാർ ഈ മെഗാ ക്വിസിൻ്റെ അവസാനത്തെ ഈ സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഈ CMC മേരിമാതാ പ്രോവിൻസിലെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനോടും ഇതിന് ചുക്കാൻ പിടിച്ച മീഡിയ ടീമിലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, യു ആർ ആൻ ഏഞ്ചൽ. നിങ്ങൾ മാലാഖമാരാണ്. കാരണം ദൈവ സാന്നിധ്യം കൊടുക്കുവാൻ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ കടന്നു വന്ന് അതിന് സാക്ഷ്യം പറഞ്ഞ മാതാപിതാക്കൾ തന്നെയാണ്. 2-3 പേര് ഇവിടെ വന്ന് പറഞ്ഞു, ഈ ഒരു പ്രോഗ്രാം കുട്ടികളെ മാത്രമല്ല, ഞങ്ങൾ മാതാപിതാക്കളെയും അവരുടെ സഹോദരങ്ങളെയും കുടുംബത്തിലുള്ള മറ്റുള്ളവരെയും കൂടി ഇത് സ്വാധീനിച്ചു. മാലാഖയെക്കുറിച്ച്, മാലാഖമാരെക്കുറിച്ച് അറിയാനും ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇതുവഴി സാധിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ പ്രവർത്തിച്ച മുഴുവനും മാലാഖമാർ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ആ സന്ദേശം തിരുവചനത്തിലൂടെയും അതോടൊപ്പം തന്നെ കലാപരമായിട്ടും പാട്ടുകളിലൂടെയും ചിത്രരചനകളിലൂടെയൊക്കെ എവിടെയൊക്കെ ആ ദൈവ സാന്നിധ്യം ഉണ്ടോ അതെല്ലാം ചോദ്യങ്ങളിലൂടെ, ഉത്തരങ്ങളിലൂടെ, വീഡിയോകളിലൂടെ ഇതെല്ലാം നിങ്ങളത് അവതരിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രൊവിൻഷ്യലമ്മ, ജയ സിസ്റ്റർ, മറ്റ് സിസ്റ്റേഴ്സ്, അതോടൊപ്പം തന്നെ ഇതിന് പകൽ പണിയെടുത്തിട്ടുള്ള എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിൻ്റെ തുടക്കം മുതലുള്ള ഇതിൻ്റെ എല്ലാ പെടാപാടുകളെയും എനിക്കും അറിയാം അത്യാവശ്യം. ഇന്നലെ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, എങ്ങനെയൊക്കെയായി, ചോദ്യങ്ങളൊക്കെ ആയോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ ഒന്നും പറയണ്ട, 100-ൽ 100 മേടിച്ചുകൊണ്ടാണ് പിള്ളേർ ഫൈനലിന് വരുന്നത്. 100-ൽ 100 മേടിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് പിള്ളേർ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചോദ്യങ്ങളും നന്നായിട്ട് തന്നെ ചോദിക്കാനൊക്കെ ഞങ്ങൾ ചോദ്യങ്ങൾ നന്നായിട്ട് ഒരുങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും ഈ കുട്ടികൾ ഇത്രയും പഠിക്കണമെങ്കിൽ എത്രമാത്രം ഇവർ ഒരുങ്ങിയിട്ടുണ്ടാകണം. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയവും. ഇന്ന് ഈ സ്റ്റേജിൽ നമ്മൾ രാവിലെ മുതൽ കണ്ടതും അതുതന്നെയാണ്. ബഹുമാനപ്പെട്ട സിജോ പൈനാട് സാറിൻ്റെ നേതൃത്വത്തിൽ ആ കുട്ടികളുടെ പെർഫോമൻസ്, LP-യിലെയും UP-യിലെയും ഹൈസ്കൂളിലെയും കുട്ടികൾ നടത്തിയ പെർഫോമൻസ് എത്രമാത്രം സ്പീഡിലുള്ള ആ റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ഉത്തരവേളകളിലൊക്കെ എത്ര ഫാസ്റ്റായിട്ടാണ് അവർ വചനം പറയുന്നത്. വചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ മാലാഖമാരുടെ പേരുകൾ, അവരുടെ ദൗത്യങ്ങൾ, അവരെ സൂചിപ്പിക്കുന്ന നിറങ്ങൾ. അതിലൊരു ചോദ്യം ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എല്ലാ ദേവാലയങ്ങളിലും ചെല്ലുമ്പോൾ മാലാഖമാരുടെ ചിത്രങ്ങളുണ്ടാകും. അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ കുട്ടികളുടെ രൂപമാണ് മാലാഖയ്ക്കുള്ളൂ, അല്ലേ? അപ്പോൾ ഒരു ചോദ്യം അതായിരുന്നു, എന്തുകൊണ്ട് മാലാഖമാർക്ക് കുഞ്ഞുങ്ങളുടെ മുഖം? അതിൻ്റെ ഉത്തരം പല ആവർത്തി ഇവിടെ ആവർത്തിച്ച് കേട്ടു. എന്താണ്? വിശുദ്ധിയും മനോഹാരിതയുമാണെന്നൊക്കെ കേട്ടു. തീർച്ചയായിട്ടും അത് നമ്മെല്ലാവരെയും ദൈവത്തിങ്കിലേക്ക് നമ്മുടെ മനസ്സുകളെയും ചിന്തകളെയും ജീവിതത്തെയും ഉയർത്തുന്നതായിട്ട് മാറിയിട്ടുണ്ട് ഈ പ്രോഗ്രാം. അതിനാൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ ഇതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ഉണ്ടാകണം. വേറൊരു വിഷയവുമായിട്ട് നിങ്ങൾ കടന്നു വരണം. അത് ഒത്തിരിയേറെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും നന്മയിൽ വളരാൻ, നന്മയിലൂടെ കടന്നു പോകുവാൻ, മാലാഖമാരെയും വിശുദ്ധരെയും കുറിച്ച് അറിയുവാൻ, അങ്ങനെ സഭയെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷി നൽകുവാനായിട്ട് അവർക്കെല്ലാം സാധിക്കും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you, Father. We are fortunate to have Mr. Sijo Painadat, an amazing quiz master who, through his vast experience, conducted this competition a very systematic way, so that we all could enjoy the competition at the same time gain knowledge. Let us listen to his words of wisdom.
I cordially invite Mr. Sijo Painadat for the felicitation. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രൊവിൻഷ്യാളമ്മ, സിസ്റ്റർ ജയ, സിജോച്ചൻ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ആദിഷ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, മത്സരാർത്ഥികളെ, പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ. ഈ സായാഹ്നം സന്തോഷമാകുന്നതിന് വേണ്ടി ഒരുപാട് സായാഹ്നങ്ങളും ഒരുപാട് പകലുകളും രാവുകളുമൊക്കെ ഒരുപാട് പേര് അധ്വാനിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ബഹുമാനപ്പെട്ട സിജോച്ചനും ജയ സിസ്റ്ററൊക്കെ അത് പറഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല, ഒട്ടും ചെറിയ കാര്യമല്ല. ഒരു മഹത്തായ കാര്യത്തിൻ്റെ മഹത്തായ വിളവെടുപ്പ് ദിനമായിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും ഇത് അഭിമാനിക്കാം. CMC സിസ്റ്റേഴ്സിന് മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായ ഒരുപാട് പേരുണ്ട്. ഏറ്റവും ഒടുവിലെ കണ്ണിയാണ് എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ. തീർച്ചയായും അതിനു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ വിവിധ തലങ്ങളിൽ, വിവിധ രീതികളിൽ, വിവിധ ശൈലികളിലൊക്കെ ഈ ദൈവസന്നിധിയിലെ ദേവദൂതന്മാരോടൊപ്പം സഞ്ചരിച്ച ഒരുപാട് പേർ, അവരൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെയൊക്കെ കൂടെ മാലാഖമാരുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഇത് CMC സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തികച്ചും ഇന്നവേറ്റീവായിട്ടുള്ള ഒരു ആശയമാണെന്നുള്ളതിന്, ഇതൊരു കേവലം പ്രശ്നോത്തരി മത്സരങ്ങൾ, ക്വിസ് കോമ്പറ്റീഷനുകളൊക്കെ ഒരുപാട് നാടെങ്ങും നടക്കുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ നടക്കുന്നുണ്ട്, കോവിഡ് കാലത്തും നടന്നു. പക്ഷെ അതിനപ്പുറത്ത് ഇത്തരമൊരു ക്വിസ് കോമ്പറ്റീഷൻ ഒരു പക്ഷേ പൂർണ്ണമായും മാലാഖമാരെ കുറിച്ച് മാത്രമുള്ള വിശാലമായ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഓൺലൈനിലും ഡയറക്റ്റായിട്ട് നടത്തിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ ആദ്യമാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം. ഒരു പക്ഷേ അത് ആദ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. മാലാഖമാരെക്കുറിച്ച് ആധികാരികമായുള്ള വിവരങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള സോഴ്സുകൾ എന്തുകൊണ്ടോ നമുക്ക് കുറവാണെന്നുള്ളതാണ്. ഏഞ്ചലോളജി ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ സാധാരണക്കാരിലേക്ക് എത്താൻ സാധ്യതയുള്ള പഠനങ്ങൾ, പുസ്തകങ്ങൾ, അതുപോലെ ദൃശ്യ മാധ്യമങ്ങളിലൂടെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് തുലവും കുറവാണ്. ഒരുപക്ഷെ അത്തരം ന്യൂനതകൾ, പരിമിതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിനപ്പുറത്ത് ആ പരിമിതികളെ സാധ്യതകളാക്കിക്കൊണ്ട് പുതിയ വഴികൾ തുറന്നുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് നമുക്ക് വേണ്ടി മാലാഖാനുഭവങ്ങൾ തുറന്നു നൽകുകയായിരുന്നു. തീർച്ചയായും നമ്മൾ അവരോടൊക്കെ കടപ്പാടുണ്ട്. തീർച്ചയായും ഇതൊരു തുടക്കമാകട്ടെ. ഇനിയും ഇത്തരം പുതിയ വഴികൾ വെട്ടാനും പുതിയ വാതിലുകൾ തുറക്കാനും പ്രശ്നോത്തരി മേഖലയിൽ മാത്രമല്ല, ഇതൊരു വലിയൊരു മാധ്യമ ശുശ്രൂഷ കൂടിയാണ്. മേരിമാത യൂട്യൂബ് ചാനലിൻ്റെ ആ വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 വീഡിയോകളുടെയൊക്കെ വ്യൂവേഴ്സിൻ്റെ എണ്ണം താഴെ നമുക്ക് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുത്തവർ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഇത്തരം വീഡിയോകൾ കാണുകയും മനസ്സുകൊണ്ടെങ്കിലും ഈ പ്രശ്നോത്തരി യാത്രയുടെ ഭാഗമാവുകയും ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതിനേക്കാളൊക്കെ ഉപരി പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ സിജോച്ചൻ പറഞ്ഞതുപോലെ നമ്മളിലും ഒരു മാലാഖ രൂപപ്പെടേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ മാസ്ക് അണിഞ്ഞ കാലത്ത് മാലാഖമാരാകേണ്ടവരാണ് നമ്മൾ. മാലാഖമാരും മാലാഖാനുഭവങ്ങളും കുറയുന്ന ഒരു വർത്തമാനകാലത്ത് മാലാഖമാരും മാലാഖാനുഭവങ്ങളും നൽകുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ വിശുദ്ധിയും ആത്മീയതയുടെ മനോഹാരിതയുമുള്ള പുതിയ ജീവിതങ്ങൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എവിടെയോ നമുക്കത് നഷ്ടമാകുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരം പ്രശ്നോത്തരി മത്സരങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ആ വിശുദ്ധി, പുതിയ കാലത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ആ മാലാഖാനുഭവങ്ങൾ തിരിച്ചു പിടിക്കാൻ ഇത് ഒരു നിമിത്തമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. മാലാഖ അനുഭവങ്ങൾ, മാലാഖമാർ രൂപപ്പെടുന്ന അനുഭവങ്ങളായി ഇത്തരം മത്സരങ്ങൾ മാറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. ദീർഘകാലം ഇതിനു വേണ്ടി അത്യധ്വാനം ചെയ്ത ഒരുപാട് പേരുണ്ട്. പലരുടെയും പേരുകളിലൂടെ പറഞ്ഞു. സിസ്റ്റർ ജയയുടെ നേതൃത്വത്തിൽ വലിയൊരു ടീം ഇതിനു വേണ്ടി പ്രയത്നിച്ചു. അവരെല്ലാം ആത്മാർത്ഥമായി ഒരു അൽമായൻ എന്നുള്ള നിലയ്ക്ക് കൂടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഞാനും മാലാഖമാരെ കുറിച്ച് കുറച്ചെങ്കിലും പഠിക്കാൻ ഒരു ശ്രമം നടത്താൻ നിമിത്തമായത് ഇത്തരം ഒരു മത്സരം തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക്, എന്നെപ്പോലെ ഒരുപാട് പേർക്ക് അത് കാരണമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും വരട്ടെ. എന്തായാലും മത്സരങ്ങൾ മനോഹരമായിരുന്നു, ഒന്നിനൊന്നും മികച്ചതായിരുന്നു ഓരോരുത്തരുടെയും മത്സരങ്ങൾ. ഈ കോവിഡ് കാലത്തിൻ്റെ നന്മ എന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും പ്രധാന നന്മ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിലെ ദേവദൂതന്മാർ തുറന്നു നൽകിയ ആ നന്മയുടെ പ്രകാശം ഇനിയും കൂടുതൽ ജ്വലിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. പ്രൊവിൻഷ്യാളമ്മയ്ക്കും ടീമിനും പ്രത്യേകമായുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത്തരം ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങളും ആവിഷ്കാരങ്ങളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ഒരു മത്സരത്തിൻ്റെ, വലിയ ഒരു ആത്മീയതയുടെ ഉത്സവത്തിൻ്റെ ഭാഗമാക്കാൻ എന്നെ അനുവദിച്ചതിന് പ്രത്യേകമായി നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. I cordially invite Dr. Sister Jaya Rose, CMC Education Counselor, to present a memento
to Mr. Sijo Painadath, our quiz master, as a token of love. Thank you, sir. Thank you, sister. I warmly invite Mr. Sebastian Kunjumon, parent representative, for the felicitation. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സമ്മാനജേതാക്കളെ, ഞങ്ങൾ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇടയാക്കിയത് ഞങ്ങളുടെ മൂക്കന്നൂർ CMC മഠത്തിലെ സിസ്റ്റർ എലിസബത്ത് എന്ന് പറയുന്നതാണ്. സിസ്റ്ററിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു. കാരണം അവൻ +1 പഠിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുന്നതുകൊണ്ട് ബയോമാക്സ് എടുത്തേക്കുന്നാണ് അവൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിലും കണ്ടിട്ട് പരീക്ഷ വരുമെന്ന് പറയുന്നത് എനിക്ക് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ആദ്യം ഈ വീഡിയോ എല്ലാം കണ്ട് ശരിയാക്കി വെക്കാം, പരീക്ഷ വരുന്ന സമയത്ത് മോനിത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ സിസ്റ്ററും വന്നിട്ട് പറഞ്ഞു, ഇത് വീഡിയോ എല്ലാം കണ്ടേര്, എന്നിട്ട് സമയമാകുമ്പോൾ ഇത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് എഴുതിച്ചു. ഫസ്റ്റ് റൗണ്ടിൽ കയറി. സെക്കൻഡ് റൗണ്ട് എത്തിയപ്പോൾ അവനും അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ടില്ല, ഇനി ഫൈനൽ റൗണ്ടിലേക്കാനും കയറിയത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ദിവസങ്ങൾ വരുമെന്ന്. അപ്പോൾ 26-ാം തീയതി ആദ്യം ഡേറ്റ് പറഞ്ഞിരുന്നത്. അത് പിന്നെ ഈ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണൊക്കെ ആക്കിയപ്പോൾ ദിവസങ്ങൾ നീണ്ടു കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, മോനെ എന്തായാലും നിന്നെ മാലാഖമാരെ സഹായിച്ചോളും, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും നമുക്ക് മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഫൈനൽ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുനിന്ന് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, കൂട്ടുകാരും ആരും ഇല്ല, നമ്മളെങ്ങനെ അവിടെ പോകും, നമുക്കറിയാം. ഞാൻ പറയാനൊന്നും കുഴപ്പമൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുമൊക്കെ നമ്മളെ അറിഞ്ഞോളും, നീ വരാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷയുടെ സമയമായി. ഇന്നിപ്പോൾ ഇറങ്ങാൻ നേരത്തായപ്പോൾ ആളിന് ആകെ ടെൻഷനാണ്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താകുക. ഞാൻ പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നീ പോരും, മാലാഖമാർ നമ്മളെ സഹായിക്കും, വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. പരീക്ഷയിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനിത് കിട്ടി. പക്ഷേ ഇത് കിട്ടാനായിട്ട് ഞങ്ങളെ ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ച സിസ്റ്ററിനെ ഈ അത്തരത്തിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് മറ്റെല്ലാവർക്കും തന്നെ ഈ വീഡിയോ കാണുവാനും അതുപോലെ തന്നെ മാലാഖമാരെക്കുറിച്ച് കുറേ കൂടുതലൊക്കെ അറിവ് നേടുവാനുമൊക്കെ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ മാലാഖമാരോട് ഏതെങ്കിലുമൊക്കെ വഴിയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മിഖായേൽ മാലാഖയെ കുറിച്ച് പ്രാർത്ഥിക്കണം ഉള്ള ഒരു അവസരവും ഞങ്ങൾക്ക് ഒരുങ്ങി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ ഇതേപോലെ പോകുന്ന വഴിക്ക് നവവൃന്ദ മാലാഖമാരോടൊക്കെ പ്രാർത്ഥിച്ചാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഈ ഒരു വീഡിയോ ഇതിങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവച്ചു തന്ന സിസ്റ്റേഴ്സിൻ്റെ ഈ വലിയ ഒരു സംരംഭത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I am very glad to invite Kumari Sarah Rose Baby, student representative, for the felicitation. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, ഈ ഒരു ഏഞ്ചൽ ക്വിസ് ആരംഭിക്കുന്നതിന് മുമ്പ് മാലാഖമാരെ പറ്റി വളരെ വിരളമായ കാര്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇതിൻ്റെ തിരശ്ശീല വീഴുന്ന ഈ നിമിഷത്തിൽ എന്താ പറയുക, ഫീലിംഗ് ബ്ലെസ്ഡ്, വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ സ്മരണ ഈ ക്വിസിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ കൂടുതൽ ദൈവാനുഗ്രഹത്തിൽ വളരാനും ബൈബിളിനോടും സഭയോടും മാലാഖമാരോടും ഒക്കെയുള്ള ഇഷ്ടത്തിൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചു. മാലാഖമാരെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ ഓരോ ദിവസം ആരംഭിക്കും മുതൽ ഉറങ്ങാൻ പോകുമ്പോൾ വരെ മാലാഖിനെ കൂട്ടുപിടിച്ച ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും അതിനൊക്കെ വലിയ പ്രചോദനമായി ഈ ക്വിസ് ഞങ്ങൾക്ക് മാറി. ഇതിന് വേദി ഒരുക്കിയ ദൈവത്തിനും പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ സിസ്റ്റേഴ്സിനും എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി നന്ദി. അനേകായിരങ്ങൾക്ക്, നാനാജാതി മതസ്ഥരായ അനേകർക്ക് മാലാഖമാരെ അടുത്തറിയാനുള്ള വേദിയായിട്ട് ഇത് മാറി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സിസ്റ്റേഴ്സിനും ഒത്തിരി നന്ദി. എല്ലാ ക്രൂ മെമ്പേഴ്സിനും. പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ എഫേർട്ട് വളരെ വലുതായിരുന്നു. ഓരോ ദിനരാത്രങ്ങളും ഡിസംബർ മാസം മുതൽ തുടങ്ങിയ ഓരോ പ്രാക്ടീസുമായിരുന്നു ഇത്. ഗൂഗിൾ മീറ്റിൽ കൂടെയും ഒക്കെ ടീച്ചേഴ്സിൻ്റെ എനർജി ആയിരുന്നു ഞങ്ങളുടെ ഇൻസ്പിറേഷനും ഞങ്ങളുടെ മോട്ടിവേഷനും ഒക്കെ. എല്ലാ ടീച്ചേഴ്സിനും, വിമല സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഒത്തിരി നന്ദി. ഇനിയും ഇതുപോലത്തെ ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റൊരുക്കാൻ ഇനിയും സിസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Sarah. Here is the time we acknowledge the talent of our champions. Prize distribution ceremony. I proudly welcome Reverend Sister Rani Grace CMC, Local Manager of Jnanodaya St. Joseph Schools, Chengal,
to give away the prize. As we call out the winners, I request their parents too to come on to the stage. LP section, third prize, Angela Alvin, St. Joseph Sunday School, Puduveli. UP section, third prize, Salvia Alice Baby, Vimala Central School. All of you, please put your hands together. High School Higher Secondary category, third prize, Anita Baiju, St. Joseph GHS, Karagutti. Congratulations to the prize winners and thank you so much, sister. Now I invite Reverend Sister Bridget CMC, Faith Formation and Media Counselor of Mary Mada Province for the prize distribution. LP section, second prize, Kesia Manish, Vimala Central School, Perumbavoor. UP section, second prize, Davis Alvin, St. Joseph Sunday School, Puduveli. High School Higher Secondary category, Albert Sebastian, Government Higher Secondary School, Mukkanur. Hearty congratulations to the winners. Thank you so much, sister. Here comes the mega first prize. I am much delighted to invite Reverend Dr. Sister Prasanna CMC, Provincial, Mary Mada Province to give away the prize. From High School and Higher Secondary category, mega first prize goes to Kumari Sarah Rose Bobby of Vimala Central School, Perumbavoor. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. Congratulations, Sarah and her parents. Thank you, sister. Now I invite Sister Marin CMC, Counselor of Social Work, Mary Mada Province, for giving the prize. From UP section, mega first prize winner goes to Angela Marin Abi from Vimala Central School, Perumbavoor. Congratulations, Angela and her parents. Thank you, sister. Next, I would like to invite Reverend Father Sijo Taliyat CSSR to give away the prize. From LP section, mega first prize bagged by Kumari Anaya Anthony of Jnanodaya Central School, Chengal. Congratulations, Anaya and her parents. Thank you, Father. Gratitude is the healthiest of all human emotions. Be thankful every day and every moment. It's a time for gratitude. I invite Mrs. Talmi Saji to propose vote of thanks. നമസ്കാരം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹസാന്നിധ്യങ്ങൾക്ക് സ്നേഹവന്ദനം. കണ്ണടയ്ക്കാതെ നമുക്ക് കാവൽ നിൽക്കുന്നവരാണ് കാവൽ മാലാഖമാർ. ഭൂമിയിൽ നമ്മൾ പിറവിയെടുക്കുന്ന നിമിഷം മുതൽ ഇഹലോകം വിട്ട് യാത്രയാകും വരെ നമ്മോടൊപ്പമുള്ളവർ, നമുക്ക് കൂട്ടായും നമുക്ക് താങ്ങായും തണലായും നേർവഴിക്ക് നടത്തുന്നവർ. ഇങ്ങനെ ഒരാശയത്തെ മുൻനിർത്തി മേരിമാത പ്രൊവിൻസിൻ്റെ കീഴിൽ നടത്തിയ മെഗാ ക്വിസ് മത്സരത്തിൻ്റെ സമാപന വേദിയിൽ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്നു. ഇതുവരെയും ഇങ്ങനെയൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവുക പോലുമില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാവൽ മാലാഖമാരെക്കുറിച്ച് പകർന്നു കൊടുത്ത ഒരു നൂതനാശയം.
നമ്മുടെ ഇന്നത്തെ ഈ വലിയ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ ജയ റോസ് മാലാഖമാരെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം സിസ്റ്ററോട് പറഞ്ഞപ്പോൾ പ്രൊവിൻഷ്യാളമ്മ സ്നേഹത്തോടെ അതിനെ സ്വാഗതം ചെയ്യുകയും പ്രസന്നമായ മനസ്സോടും പ്രസന്നമായ മുഖത്തോടും കൂടി അതിനെ സ്വീകരിക്കുകയും അതിന് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകുകയും നമുക്ക് മുന്നിൽ മാർഗദീപമായി നിലകൊള്ളുകയും ചെയ്തു. സിസ്റ്റർ തന്ന പ്രോത്സാഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വൻ വിജയമാണ് ഇന്ന് പൂർത്തിയാകുന്നത്. സിസ്റ്ററിന്, പ്രസന്ന അമ്മയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടും അതിലേറെ ആദരവോടും കൂടി നന്ദി അർപ്പിക്കുന്നു. ആത്മീയ ഗുരുവില്ലാതെ ഒന്നും പൂർണ്ണമാകില്ല. റവറൻഡ് ഫാദർ സിജോ തളിയത്ത്, ആ വിശിഷ്ട മഹനീയ മനസ്സാണ് ഇത്രയും വൻ വിജയമായ മഹത്തായ പ്രോഗ്രാമിൻ്റെ പിന്നിലുള്ളത്. സിസ്റ്ററിൻ്റെ ആശയങ്ങളോട് ഫാദറിൻ്റെ ആശയങ്ങളും ചേർത്ത് വെച്ചപ്പോൾ മത്സരങ്ങൾ നടത്തുന്നതിനും അതിനുവേണ്ട ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതിനും വീഡിയോകൾ എടുക്കുന്നതിനും CSSR സഭയുടെ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് ഇതിനു വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ തണലിൽ, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ നിഴലിൽ 10 വീഡിയോകളും പുറത്തിറങ്ങുമ്പോൾ അത് സന്തോഷത്തോടെ സഹർഷം എല്ലാവരും സ്വീകരിച്ചപ്പോൾ എത്ര നിറവാണെന്നോ കുട്ടികൾക്കും അത് കണ്ടവർക്കും സ്വീകരിച്ചവർക്കും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഉണ്ടായത്. വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത ഒരു നന്ദി പ്രകടനമാണ് ഫാദറിന് സമർപ്പിക്കാനുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ആദ്യ വീഡിയോ സിസ്റ്ററും കുട്ടിയും സംസാരിക്കുന്ന കാവൽ മാലാഖമാരെ പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ ക്യാമറ ചലിപ്പിച്ചതും ഫാദറാണ് എന്നുള്ളത് നന്ദിയോടെ ഓർക്കട്ടെ. ഫാദറിൻ്റെ എല്ലാ സ്നേഹസേവനങ്ങൾക്കും മേരി മാതാ പ്രൊവിൻസ് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിറയുന്ന സ്നേഹത്തിലുള്ള വാക്കുകളാണ്. ഫാദറിന് മേരി മാതാ പ്രൊവിൻസിൻ്റെ പേരിലുള്ള സ്നേഹവും ആദരവും ബഹുമാനവും പൂർണ്ണ മനസ്സോടെ അർപ്പിക്കുന്നു. സിജോ പൈനാടത്ത് സർ, ഇന്ന് രാവിലെ മുതൽ യാതൊരു ക്ഷീണവും തളർച്ചയുമില്ലാതെ എത്ര മണിക്കൂർ സമയം ചിരിച്ച മുഖത്തോടെ സ്വതവേയുള്ള ശാന്തമായ ശീലത്തോടെ നമുക്ക് മുന്നിലായിരിക്കുകയായിരുന്നു. ഒരു കിസ് മാസ്റ്ററിൻ്റെ യാതൊരുവിധ ഗാംഭീര്യമോ പ്രൗഢിയോ ഇല്ലാതെ ഏറ്റവും എളിമയോടെ അതിലേറെ വിനയത്തോടെ സ്വതസിദ്ധമായ ശൈലിയോടെയുള്ള ചോദ്യം കുട്ടികൾക്ക് യാതൊരു പേടിയും തോന്നാതെയുള്ളതായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിസ്റ്റർ ജയ വളരെ വിശദമായി പറയുകയുണ്ടായി. എങ്കിലും കഠിനാധ്വാനത്തിലൂടെ തൻ്റെ കഴിവുകൾ കണ്ടെത്തിയ യുവപ്രതിഭയാണ്. പുതിയ ആശയങ്ങളെ പുതിയ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് പകർന്നു തരുന്ന ശ്രേഷ്ഠമാണ്. ഓരോ വായനയും, അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടിയുടെ വായനയും നമുക്ക് പുതിയ ഊർജം നൽകുന്നതാണ്. പുതുതലമുറയ്ക്ക് പല രൂപത്തിൽ വെളിച്ചമാകുന്ന എൻ്റെ ഉത്തമ സുഹൃത്ത് കൂടിയാണ്. സന്തോഷത്തോടെ പറയട്ടെ, 20-23 വർഷമായി സഹോദര സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. അഭിമാനമാണ്. സിജോ പൈനാടത്ത് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അന്നും ഇന്നും ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. എത്ര ഉയരത്തിലിരിക്കുന്നു എങ്കിലും എത്ര ശാന്തമായി സംസാരിക്കുന്നു, എത്രയും വിനയത്തോടെ ഇടപെടുന്നു. താഴ്മയാണ് ആ മനസ്സിൻ്റെ വലിപ്പം. ഇന്നത്തെ പ്രോഗ്രാമിന് ഇവിടെ എത്തുകയും ഞങ്ങളോടൊപ്പമായിരിക്കുകയും എത്ര തിരക്കുകളാണെങ്കിലും മാറ്റിവെക്കുകയും ചെയ്ത് രാവിലെ മുതൽ ഒരു 9 മണിയോടുകൂടി എത്തി ഈ സമയം വരെ ആയിരിക്കുകയും ചെയ്യുന്ന സിജോ സാറിന് എല്ലാ കുട്ടികളുടെയും മനസ്സിൽ നിറയുന്ന നന്മയോടെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സിസ്റ്റർ ജയ റോസ്, CMC മാരാ പ്രൊവിൻസിൻ്റെ മുത്താണ് സിസ്റ്റർ. എന്താണ് സിസ്റ്ററെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. സിസ്റ്ററിൻ്റെ ചിന്തയിൽ വന്ന, മനസ്സിൽ നിറഞ്ഞ ഈ ആശയത്തിന് രൂപം നൽകാനായി സിസ്റ്റർ എടുത്ത ത്യാഗം
എത്രമാത്രമാണെന്ന് പറയാൻ വാക്കുകൾ കൊണ്ട് അതിനോടൊപ്പം പ്രവർത്തിച്ചവർക്ക് പറയാൻ സാധ്യമല്ല. അത്രമാത്രം എഫർട്ട് സിസ്റ്റർ ഇതിനായി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് സിലബസിലൂന്നിയ ഒരു പഠനം മാത്രമല്ല, അതിനപ്പുറം ദൈവിക കാര്യങ്ങളും മൂല്യങ്ങളും പകർന്നു കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഇതിനെ പ്രാവർത്തികമാക്കാൻ സിസ്റ്റർ ഒരുപാട് പരിശ്രമിച്ചു. അനവധി കാര്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി. സിസ്റ്ററിൻ്റെ ആ ചിന്തയുടെ ചെറിയൊരു സ്പാർക്കാണ് ഇന്ന് വൻ വിജയമായി നിലകൊള്ളുന്നത്. 2000-ഓളം കുട്ടികൾ ആദ്യ മത്സരങ്ങളിൽ പങ്കെടുത്തെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വീഡിയോ എത്ര കുട്ടികൾക്ക് കൈമാറിപ്പോയിട്ടുണ്ടാകും? അപ്പോൾ ഒരു ഏകദേശം 10,000 പേരോളം 10,000 കുട്ടികളോളം മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളും ഈ കാവൽ മാലാഖയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാകും. എത്ര മഹനീയമായ ചിന്തയാകണം! ദൈവ തീരുമാനമാണത്, ദൈവ നിയോഗമാണത്. സിസ്റ്ററിന് വാക്കുകൾ കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാനാവില്ല. അത്രമാത്രം സിസ്റ്റർ ചെയ്ത ഈ പ്രവൃത്തി അത്ര മഹനീയമാണ്, ശ്രേഷ്ഠമാണ്. കാവൽ മാലാഖമാരെക്കുറിച്ച് അറിയാത്തവർ, അത്യാവശ്യം കാവൽ മാലാഖയുണ്ട് എന്ന് മാത്രം അറിയുന്നവർ, അതിനെക്കുറിച്ച് 10 വീഡിയോ ഇത്ര ദീർഘമായി പുറത്തിറങ്ങുന്നത് സിസ്റ്ററിന് അഭിമാനിക്കാവുന്നതാണ്. സിസ്റ്റർ എഡ്യൂക്കേഷൻ കൗൺസിലായിരിക്കുന്നതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ നന്മകളും ചേർത്ത് വെച്ച് എല്ലാ സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും അതിലേറെ വിനയത്തോടും കൂടി ജയ സിസ്റ്ററിന് നന്ദി അർപ്പിക്കുന്നു. സിസ്റ്ററിനോടൊപ്പം ഇതിനായി പ്രവർത്തിച്ച കുറച്ച് അധികം സിസ്റ്റേഴ്സുണ്ട്. സിസ്റ്ററിൻ്റെ മനസ്സിലുരുത്തിരിഞ്ഞ ആശയത്തെ പ്രാവർത്തികമാക്കുന്നതിനായിട്ട് മീഡിയ കൗൺസിലർ സിസ്റ്റർ ബ്രിജിറ്റ്, സിസ്റ്ററും ജയ സിസ്റ്ററിനോടൊപ്പം ചേർന്ന് നിന്നു. വളരെ ശാന്തയായി എല്ലാം കണ്ടും കേട്ടും മനസ്സിൽ സംഗ്രഹിച്ചും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തും പുതിയ ആശയങ്ങളെ മീഡിയയിലേക്ക് പകർത്തിവിടാൻ ചിന്തകളിലൂടെ ആശയരൂപീകരണം നടത്തിയും സിസ്റ്റേഴ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സിസ്റ്ററിനും സ്നേഹത്തോടെ നന്ദി പറയട്ടെ. എഡിറ്റിംഗ്, ഓൺലൈൻ ക്വസ്റ്റ്യൻസ്, വീഡിയോസ്, ഇതിനെല്ലാം ഒരാളുടെ കൈകൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല. അനേകം പേരുടെ പരിശ്രമവും കഠിന അധ്വാനവും ചേർന്നാണ് ഈ 10 വീഡിയോയും പുറത്തിറങ്ങിയത്. അതിനായി ഒരു കൗൺസിൽ രൂപീകരിച്ചിരുന്നു. അതിനായി സഹായിച്ച സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേര് ഇവിടെ പറയാതെ പോയാൽ അത് ദൈവനിന്ദയാവും. അവരെ കൂടി ഇതിൽ കൂട്ടിച്ചേർക്കണം. ഞാൻ അവരുടെ പേരുകൾ കൂടി ഒന്ന് പറയുന്നു. സിസ്റ്റർ എഡിറ്റ്, സിസ്റ്റർ ഹന്ന, സിസ്റ്റർ ക്രിസ്ലിൻ, സിസ്റ്റർ മരിയ സിസിൻ, സിസ്റ്റർ നീന, സിസ്റ്റർ അനു മരിയ, സിസ്റ്റർ എൽസ, സിസ്റ്റർ ജോ മരിയ, സിസ്റ്റർ പ്രഭാ തെരേസ്, സിസ്റ്റർ നോബിൾ, സിസ്റ്റർ ഷിൽഡ, സിസ്റ്റർ ബെൻസി, സിസ്റ്റർ മരിയ വിൻസൻ, സിസ്റ്റർ നവീന, സിസ്റ്റർ ജെയ്സ് റോസ്, സിസ്റ്റർ ഹിത. ശാരീരികമായ അധ്വാനം കൊണ്ടോ മാനസികമായ ചിന്തകൾ കൊണ്ടോ പ്രാർത്ഥനകൾ കൊണ്ടോ ഇതിനു മേലെ കൂട്ടിച്ചേർക്കപ്പെട്ട വേറെയും സഹോദരിമാരും സിസ്റ്റേഴ്സും ഉണ്ടാകാം. എങ്കിലും ഇവർ നടത്തിയ അധ്വാനത്തിൻ്റെ, പ്രയത്നത്തിൻ്റെ, സ്വപ്നത്തിൻ്റെ പരിണിത ഫലമായി ഈ മെഗാക്കിസ് ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ അഭിമാനത്തോടെ ഒരു പൊൻതൂവൽ കൂടി മേരി മാതാ പ്രൊവിൻസിന് ചാർത്തുമ്പോൾ ഇവരെടുത്ത അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ ഇന്ന് കാണുമ്പോൾ എല്ലാ സിസ്റ്റേഴ്സിനും എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ലോക്കർ മാനേജർ സിസ്റ്റർ റാണി ഗ്രേസ്, റാണിയമ്മ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിസ്റ്റർ മാതൃവാത്സല്യത്തോടെ ഏതു കാര്യത്തിനും ഞങ്ങളോടൊപ്പം ഓടിയെത്തുകയും ഒരു അമ്മയെപ്പോലെ ചേർത്ത് പിടിക്കുകയും ഞങ്ങളോടൊപ്പം സന്തോഷിക്കുകയും ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാക്കുകയും എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ള സിസ്റ്ററിന് എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും പറഞ്ഞാലും ഏത് കാര്യത്തിനും സിസ്റ്റർ വരും, സ്നേഹത്തോടെ ഞങ്ങളെ ലാളിക്കും. ഇന്നും സിസ്റ്റർ ഇവിടെ സാന്നിധ്യമാണ്. സിസ്റ്ററിനും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ആദിഷ് പ്രവീൺ ജ്ഞാനോദയയുടെ സ്വകാര്യ അഹങ്കാരമാണ്. കൈപിടിച്ച് ആദിഷിൻ്റെ അപ്പനും അമ്മയും ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ നാഷണൽ അവാർഡ് വിന്നറായി ഇന്ന് ഉദ്ഘാടകനായി ഇവിടെ ഇരിക്കുമ്പോൾ ആദിഷിന് വളർച്ചയുടെ പടവുകൾ താണ്ടാൻ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിനയമുള്ള മനസ്സിൻ്റെ ഉടമയാണ് ആദിഷ്. കാരണം
ക്ലാസ്സുകളിൽ ആദിഷിനെ കാണുമ്പോൾ 35-40 കുട്ടികളോടൊപ്പം ഒരു സാധാരണ കുട്ടിയായി നാഷണൽ അവാർഡ് വിന്നറായ ആദിഷ് ഇരിക്കുന്നു. അവരോടൊപ്പം കളിക്കുന്നു, ചിരിക്കുന്നു, സാധാരണ കുട്ടികളെ പോലെ. യാതൊരു പ്രത്യേകതയോ ജാടയോ അഹങ്കാരമോ ഒന്നുമില്ലാതെ അധ്യാപകരോട് എത്ര വിനയത്തോടെ പെരുമാറുന്നെന്നോ, എത്ര സ്നേഹത്തോടെ സംസാരിക്കുന്നെന്നോ. ടീച്ചറെ എന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തോടു കൂടിയാണ് ആദിഷിനെ തിരിഞ്ഞു നോക്കുക. അത് അന്നും ഇന്നും ഇത്രയും ഉയരങ്ങളിലെത്തിയിട്ടും ആദിഷിനൊരു മാറ്റവുമില്ല. ഏത് കാര്യത്തിനും ആദിഷുണ്ടാവും. ദൈവനിയോഗം പോലെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ആദിഷുണ്ടായി, ഇന്ന് അവസാനത്തിലും ആദിഷുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ നിറവാണ് ആദിഷിനെ ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദിഷിനെ സ്നേഹത്തോടെ എല്ലാവരുടെയും മനസ്സിലുള്ള വാത്സല്യത്തോടെ നന്ദി അർപ്പിക്കുന്നു. പ്രോഗ്രാം കണ്ടെത്തിയാൽ മാത്രം പോരാ, അതിനെ സ്കൂളുകളിലേക്ക് കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന എല്ലാ സ്കൂളിലെയും ഹെഡ് മിസ്റ്റേഴ്സ്, ആ പ്രധാന അധ്യാപകരുടെ കൈകളിലൂടെ ഇത് കടന്ന് കുട്ടികളിലേക്ക് പോകുമ്പോൾ അവരെടുത്ത ചെറിയ ചെറിയ അധ്വാനങ്ങളും വെറുതെ ആകുന്നില്ല. എല്ലാ സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാർ ഈ വേദിയിൽ ഓർക്കുന്നു. അവർക്ക് പ്രത്യേകം സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഓരോ സ്കൂളിലും ഇതിൻ്റെ ഇൻചാർജ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ അധ്വാനിച്ചവർ, കുട്ടികളിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുത്ത് അവരെ പഠിപ്പിക്കുകയും ഇതിനായി ഒരുക്കുകയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും സ്കൂളിൽ വിളിച്ചു വരുത്തി ട്രെയിനിങ് കൊടുക്കുകയും ചെയ്ത എല്ലാ അധ്യാപകർക്കും അവരുടെ പ്രയത്നത്തിന് വൻ വിജയമായതിന് നന്ദി അർപ്പിക്കുന്നു. ഇനി പറയേണ്ടത് മത്സരാർത്ഥികളെക്കുറിച്ചാണ്. മത്സരാർത്ഥികളില്ലാതെ ഒരു മത്സരവും പൂർണ്ണമാകില്ല. എത്രമാത്രം പഠിച്ചിട്ടാണ് LP സെക്ഷനിലെയും ഹൈസ്കൂൾ സെക്ഷനിലെയും UP സെക്ഷനിലെയും കുട്ടികൾ ഇവിടെ വന്നതെന്നോ. ഓരോ മത്സരവും ഒപ്പം നിൽക്കുന്നതായിരുന്നു. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് നല്ല അറിവായിരുന്നു. അവർ അത്രയ്ക്ക് തറമായി അത് പഠിച്ചിരുന്നു. അവർക്ക് പഠിക്കാനുള്ള ത്വരയുണ്ടായിരുന്നു. അതാണ് ഇന്ന് വേദികളിൽ കണ്ടത്. അത് കണ്ടിരുന്ന ഓരോ മാതാപിതാക്കന്മാരുടെയും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും. 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഇതിൽ പങ്കെടുത്തവർക്കും അഭിനന്ദനം അർഹിക്കുന്നു. 1, 2 പോയിൻ്റ് വ്യത്യാസത്തിൽ സമ്മാനം നഷ്ടപ്പെടുന്നതിൽ അവർ വിഷമിക്കേണ്ട, സങ്കടപ്പെടേണ്ട, കരയുകയും വേണ്ട. നിങ്ങൾ നടത്തിയത് വലിയ ശ്രമമാണ്. മാലാഖമാരുടെ സംരക്ഷണത്തിന് നിങ്ങൾക്കെന്നും കൂട്ടുണ്ടാകും. അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മാലാഖമാരെക്കുറിച്ച് പറയാനാകും ഏതു കാലവും. അതുകൊണ്ട് ഇതിൽ വിജയികളായവർക്കും പങ്കെടുത്തവർക്കും അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാ മാതാപിതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ വേദി ഇന്നിവിടെ ഒരുക്കി തന്ന ജ്ഞാനോദയയിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഉദയ തെരേസ് സിസ്റ്ററിൻ്റെ വലിയ മനസ്സ് കാണാതെ പോകരുതല്ലോ. ഈ ഓഡിറ്റോറിയം, ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും സിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിലാണ്, സിസ്റ്ററിൻ്റെ സ്നേഹത്തിലാണ് ഇവിടെ കടന്നുപോയത്. സിസ്റ്ററിന് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഒപ്പം ഈ വിദ്യാലയത്തിലെ അധ്യാപകർ ഇന്നലെ മുതൽ അവരൊപ്പമുണ്ടായിരുന്നു. ഈ നിമിഷവും അവരൊപ്പമുണ്ട്. അധ്യാപകർക്കും അനധ്യാപകർക്കും സ്നേഹത്തോടെ നന്ദി പറയട്ടെ. കാതിനിമ്പമുള്ള കോമ്പയറിംഗ് എഴുതി എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത് എന്ന് നമ്മളെ ആകാംക്ഷയോടെ നിർത്തിയ കോമ്പയറിംഗ് ചെയ്ത ടീച്ചേഴ്സുണ്ട്. അവർക്കും ആ ടീച്ചേഴ്സിനും നന്ദി അർപ്പിക്കും. ഇതിൻ്റെ പുറകിൽ പ്രയത്നിച്ചവരെ നന്ദിയോടെ ഓർക്കുന്നു എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ കൊണ്ടോ, ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊണ്ടോ, ചെറിയ ചെറിയ സാന്നിധ്യങ്ങൾ കൊണ്ടോ, ചിലപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ, ഒരു വീഡിയോ നടക്കുമ്പോൾ, എഡിറ്റ് ചെയ്യുമ്പോൾ വെറുതെ അവിടെ വന്നിരുന്ന് ചെറിയ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് വലിയ ഒരു വിജയമാക്കിയ ചില അമ്മമാർ നമ്മുടെ മഠങ്ങളിലുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ഒപ്പമുണ്ട്. അവരെയും ഓർക്കുന്നു. ഈ നിമിഷം വരെയും ഈ പ്രോഗ്രാം വിജയമാകാൻ പ്രാർത്ഥിച്ചവരാണവർ. അവരെയും നന്ദിയോടെ ഈ വേദിയിൽ ഓർക്കട്ടെ. CMC മേരി മാതാ പ്രൊവിൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് നടത്തിയ പ്രോഗ്രാമിൻ്റെ എല്ലാ വിവരങ്ങളും വീഡിയോയും ഉണ്ടാവും. നിങ്ങൾക്ക് പരിചയമുള്ളവരെയും ഇത് കാണിച്ചു കൊടുക്കാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയാനും മറക്കരുതേ. കാരണം തലമുറയ്ക്ക് പുതുവെളിച്ചം തരുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇന്നിവിടെ തീരുന്നതല്ല. ദൈവസന്നിധിയിലെ സ്വർഗദൂതന്മാർ ഇന്ന്
വിളിക്കുന്ന ഈ പ്രോഗ്രാം ഇന്നിവിടെ തീരുന്നതല്ല, ഇന്നിവിടെ തുടങ്ങുന്നതാണ്. കാരണം ഇത് കൈമാറി പോകുന്നതാണ്. വെളിച്ചം കൈമാറുന്നത് പോലെ മനസ്സിലുള്ള വെളിച്ചം കൈമാറി പോകേണ്ടതാണ്. ഇന്ന് നമ്മളുടെ പ്രോഗ്രാമിന് വെളിച്ചമായ FQ മീഡിയ, ജോഷി ചേട്ടനും സുഹൃത്തുക്കളും അവരുടെ ക്രൂ ഇന്നലെ മുതൽ രാത്രി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ അധ്വാനത്തിന് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളോടൊപ്പം ചേർന്നതിന് കാവൽ മാലാഖമാരുടെ സംരക്ഷണം അവരുടെ വഴികളിൽ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും പേരിൽ അവർക്ക് സ്നേഹത്തോടെ നന്ദി അർപ്പിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിലായിരുന്ന എല്ലാവർക്കും എല്ലാ സംരക്ഷണങ്ങളും തമ്പുരാൻ തരട്ടെ. മാലാഖമാർ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, ma'am. Let's all thank God Almighty for the blessing He has been showering upon us throughout this day. And I thank each and every one of you who have rendered huge effort to make this day an ever memorable one. Once again, thank you all. സർവശക്തനായ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് നന്ദിയുടെ ഒരു ഗാനം ആലപിച്ച് ഇന്നത്തെ ഈ മനോഹര ദിനം നമുക്ക് അവസാനിപ്പിക്കാം. നന്ദിതൻ വാരിധിയാകുമെൻ മാനസം നിന്നിലേക്കിന്നിതാ ഒഴുകിടുന്നു. നന്ദിതൻ വാരിധിയാകുമെൻ മാനസം നിന്നിലേക്കിന്നിതാ ഒഴുകിടുന്നു. നന്മതൻ പൂമഴ തൂകിയ നാഥ നിന്നെ നമിപ്പു ഞാൻ നന്ദിയോടെ. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. മറക്കോ?